അപ്പോൾ ഞങ്ങൾ ശ്രീനഗറിൽ നിന്നുള്ള ഫസ്റ്റ് യാത്ര തുടങ്ങുകയാണ്. ഡ്രൈവർ കറക്റ്റ് സമയത്ത് വന്നിട്ടോ. ഞാനൊക്കെ കണ്ടില്ല, മാസ്ക് ഇതൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യ തണുപ്പ്. ഡ്രൈവർ കറക്റ്റ് സമയത്ത് തന്നെ വന്നോണ്ട്. ഇവിടുത്തെ സുരക്ഷാ കവചങ്ങൾ നോക്കി, എത്ര സുരക്ഷാ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്ത് ആർമിയുടെ ഏറ്റവും വലിയ ബേസാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബേസുകൾ ഒന്നാണിത്, ശ്രീനഗറിലുള്ള ഈ ഒരു ക്യാമ്പ്. ഞങ്ങളിപ്പോൾ ശരിക്കും ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. നോക്കുകയാണെങ്കിൽ ഈ ചില്ലുമലൊക്കെ ഉണ്ടാകുന്നതാ ഇവരുടെ ആർമി ക്യാമ്പിൻ്റെ കാഴ്ചകളാട്ടോ. ശരിക്കും എത്രയോ ദൂരമുണ്ട്, നല്ല ഇതൊക്കെ കണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകം തന്നെയാണ്, വേറൊരു പാരലൽ വേൾഡ് തന്നെയാണ്. ഇവിടെ സൈനിക വാഹനങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കാണാം. ഒരുപാട് സൈനികർ സമ്മതിക്കട്ടോ വരെ ഈ തണുപ്പത്ത് ഇവർ ഇങ്ങനെ ഒരു സുരക്ഷൻ്റെ പേരിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇവരുടെ ജോലിയാണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ മലയാളികൾ സൈന്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ഇത് വെച്ചാൽ തന്നെ അപ്പോൾ തന്നെ ചെക്ക് പോയിന്റുകളും ഇതൊക്കെ ഉണ്ടാവും. എവിടെയും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ഇവിടെ കാശ്മീരിൽ. കാരണം അങ്ങനെയാണ് അവർ ഈ ഒരു നഗരത്തെ ഒരു ഇതിനെ കൊണ്ടെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അക്രമങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങൾ സ്മൂത്താണ്. മൂപ്പരെ സാഫ്രോണിൻ്റെ ഇതിൻ്റെ ഒരു സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തി തന്നിട്ടോ. അതായത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കാശ്മീരിന്, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിക്കറ്റ് ബാറ്റ്, വാൾനട്ട്, അതുപോലെയൊക്കെ ഈ സാഫ്രോൺ ഇതൊക്കെ കയറ്റി അയക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. കാശ്മീരിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമേ സാഫ്രോൺ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മൂപ്പര് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ നമുക്ക് കാര്യങ്ങൾ കാണിച്ചത്, ആ ഷോപ്പൊന്ന് കാണാനാണ് പോകുന്നത്. ഓക്കെ, ഇത് പാമ്പോർ, പിന്നെ വേറെ ഏതൊരു സ്ഥലം പറഞ്ഞു കറക്റ്റ്. ആ ഏരിയയിലാണ് ഈ ഷോപ്പുള്ളത്. Divide the two names. You're only telling that I have named the more. കാശ്മീരി കാവ. കടലല്ലേ? കടലല്ലേ? ഇതെന്താ? എന്താടാ നമ്മളെ മറ്റേ ബദാം കാജു. മക്കളെ ഈ ചായ ഉണ്ടല്ലോ, നമ്മൾ എരിവൊക്കെ പ്രതീക്ഷിച്ചില്ല. കാശ്മീരി കാവ സൂപ്പർ. ഇതില് ബദാം വേറെ എന്തൊക്കെയോ ഇടുന്നുണ്ട്, അതൊക്കെ ഇട്ടാനുള്ള പരിപാടിയാണ്. നല്ല രസം. കാശ്മീരി കാവ കുടിക്കാൻ പോണ്. ഹലോ ആടാ പൊളി മോനെ. നമുക്ക് തുടങ്ങിയോ, നമ്മളവിടെ ഈ ബിസിനസ് തുടങ്ങിയല്ലേ? ഞാൻ നമ്മള് പരിപാടി തുടങ്ങിയാലോ. 1250 rupees. 1250 rupees 12 gram. ഇത് 5 gram ഇതിൻ്റെതാണ്. 1500 രൂപ. 1250. കുട്ടികൾക്കൊക്കെ പാലിന് ഞാൻ ചിലപ്പോൾ കുറെ കിട്ടുന്നുണ്ട്. ഉപകാരപ്പെട്ടിട്ടില്ല. 1000 രൂപ സെറ്റാണോ? 5 gram. 5 gram. അപ്പോൾ
ഇതിൻ്റെ ഗുണങ്ങൾ ഒന്ന് പ്രമേഹ രോഗം റെഡിയാക്കുന്നു, പിന്നെ നമ്മളെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ കൊളസ്ട്രോൾ ലെവൽ റെഡിയാക്കുന്നു, പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ, അതുപോലെ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ വരാൻ, പിന്നെ നമ്മളെ രക്തം ശുദ്ധീകരിക്കാൻ, സ്റ്റാമിനയും സ്ട്രോങ്ങും വരാൻ, അതുപോലെ ബാക്ക് പെയിന്, അതുപോലെ ജോയിൻറ്റ് പെയിനൊക്കെ ഒഴിവാക്കാൻ, അതുപോലെ ബോൺ ഡെൻസിറ്റി, അതുപോലെ ബോഡി ടോക്സിൻ ഫ്രീ, അതൊക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആയുർവേദിക് മെഡിസിൻ ഇതൊക്കെ എഴുതിയിട്ട് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണിത്. ബൈ ഈ Take photo. If you take this one, then you can take this one. ഇതൊക്കെയാണ് കശ്മീരിലെ കുങ്കുമ കടയിലെ വിശേഷങ്ങൾ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടാ കുങ്കുമവുമായി ബന്ധപ്പെട്ട. ഇവിടെ വാൾനട്ട്, നമ്മളെ Already discounted. സമുദ്ര കേസർ മഹൽ 100 ഗ്രാമിന് 3250 കേട്ടോ. यहाँ पर सभी दूर से है. പൊളി. നെക്സ്റ്റ് ടൈം we will with family and buying it. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കാണാനും വേണ്ടി വന്നാണ്. വാങ്ങിക്കുന്നത് വളരെ കുറച്ച് പേരാണ്. കാരണം വെച്ചാൽ നല്ല വിലയുള്ള സാധനമാണ് കുങ്കുമം. പക്ഷേ ഒറിജിനൽ കുങ്കുമപ്പൂ കേട്ടോ. ശരിക്കും കാശ്മീരിൽ കുങ്കുമപ്പൂവിൻ്റെ ആവശ്യത്തിന് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു കട സമീപിക്കുക. ഇവർ അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് പ്രശസ്തരായ ക്രിക്കറ്റ് താരം സുരേഷ് റൈന, അവരൊക്കെ ഒരുപാട് ആളുകൾ വന്നതാണ്. ജമീന്ദർ കേസാർ മെഹൽ. നമ്മളെ കൂടെ വന്ന മുത്ത് ഇത് വാങ്ങിയിട്ടുണ്ട്. എന്താണ് സാഫ്രോൺ വാങ്ങി. സാഫ്രോണ് കസ്തൂരിമാൻ്റെ ഒരു പെർഫ്യൂം. കസ്തൂരിമാൻ്റെ ഒരു പെർഫ്യൂം അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് എത്ര രൂപ? കസ്തൂരിമാൻ്റെ പെർഫ്യൂമിന് എത്ര? 300. പിന്നെ ഒരു കേസാർ ഇതല്ലേ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നെറ്റ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വാങ്ങുന്നവർക്ക്. മോശമാണ്. എവിടെ ഉള്ളത്? ഇതാ അവിടെ. ഞങ്ങളൊന്ന് സാമ്പിൾ ഉണ്ട് കേട്ടോ. സാമ്പിൾ ചെയ്യാൻ ഇഷ്ടംപോലെ ഉണ്ട്. വാങ്ങേണ്ട കാര്യമില്ല. എന്ത് രസമുണ്ട് അറിയോ? നമ്മളെ നാടിന്ന് കിട്ടുന്ന കാര്യമില്ല. ഇത് വേറെ ടേസ്റ്റ്, വേറെ സാമ്പിളിന് എന്ത് ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിപ്പോകും. ഇത്ര സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ട ആർമീൻ്റെ കോൺവോയ് പോകുന്നുണ്ട്. വണ്ടി ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. പോലീസുകാരനെ